ഒരുപാട് നല്ല സിനിമകളും നല്ല കഥാപാത്രങ്ങളും അവതരിപ്പിച്ച നായക നടനാണ് മോഹൻലാൽ. മോഹൻലാലിൻ്റെ എതിരാളികളായാലും മറ്റു ചിലരായാലും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: നിങ്ങൾ എത്ര കാലം അഭിനയിക്കും? ആ ചോദ്യത്തിനൊക്കെ പുഞ്ചിരിയോടെ അതാണ് മറുപടി എന്ന് പറഞ്ഞ് പിരിയാറുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായി പലരും ചോദിക്കുന്നു മോഹൻലാലിനോട്: ലാലേ, ഇത്രയും വർഷമായില്ലേ, ഇനി എത്ര കാലം അഭിനയിക്കുമെന്നുള്ളത്. ഇത്തവണ ലാൽ ഒഴിഞ്ഞു മാറിയില്ല. ഞെട്ടിക്കുന്ന മറുപടിയാണ് ലാൽ നൽകിയത്. അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാലിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്: ഇനി എത്ര നാൾ, എത്ര വർഷം, ഏതൊക്കെ സിനിമ, ആശീർവാദിൻ്റെ മാത്രം സിനിമയിൽ ഒതുങ്ങിക്കൂടുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ലാൽ പറഞ്ഞു: അധികം സ്വപ്നം കണ്ടവനല്ല ഞാൻ. ഇത്രയും സിനിമകളിൽ അഭിനയിക്കുമെന്നോ ഇത്രയും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമെന്നോ എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. മറ്റു പലരും പറയുന്ന പോലെ ഞാൻ സുന്ദരനല്ല. ആ സൗന്ദര്യത്തിൻ്റെതായിട്ടുള്ള അളവ് പോലും എനിക്കില്ല. ഇതൊന്നും ഇല്ലാതായിട്ടും ഞാൻ ഇതുവരെ എത്തി. എങ്ങനെ എത്തി എന്ന് നിങ്ങൾ ചോദിച്ചാൽ അതിന് എനിക്കുത്തരം അതൊരു ശക്തി കൊണ്ടെത്തി. ആ ശക്തി ആണ് എന്നെ താങ്ങുന്നതും താങ്ങി നിർത്തുന്നതും. എനിക്ക് ചിലപ്പോൾ ചില പടങ്ങളൊക്കെ മോശം, എല്ലാം നന്മ തിന്മകൾ ഉണ്ടാക്കുന്നതും ആ ശക്തി തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഇത്ര നാൾ അഭിനയിക്കുമെന്നൊന്നും പറയാനൊരുക്കമില്ല. അത് ആ ശക്തിക്ക് വിടുന്നു. പക്ഷേ എനിക്ക് അഭിമാനിക്കാവുന്നൊരു കാര്യമുള്ളത്, ഞാൻ കണ്ട സ്വപ്നങ്ങളിലേക്കാൾ എത്രയോ ഉയരത്തിലേക്ക് എന്നെ എത്തിച്ചിരിക്കുന്നു. അതെനിക്ക് അഭിമാനമുണ്ട്. പിന്നെ പ്രേക്ഷകർക്ക് എന്നെ ഇഷ്ടമില്ലാതാവുന്നൊരു കാലം വരാം. അപ്പോൾ പ്രേക്ഷകരില്ലെങ്കിൽ പിന്നെ ഞാൻ അഭിനയിച്ചിട്ട് കാര്യമില്ല. അതല്ല, എനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ, എൻ്റെ ഒരു 100 വയസ്സായപ്പോൾ എനിക്ക് പൂർണ്ണ ആരോഗ്യമുണ്ട്, ആ 100-ാം വയസ്സിലും പ്രേക്ഷകർക്ക് എന്നെ ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും അഭിനയിച്ചിരിക്കും. പക്ഷേ ഏതെല്ലാം റോളുകൾ, ഏതെല്ലാം സിനിമകൾ എന്നുള്ളത്. അപ്പോഴും നിങ്ങൾ ചോദിക്കുന്നു, പഴയതുപോലെ ലാലിനോട് മത്സരിച്ച് അഭിനയിക്കുമോ എന്നുള്ളത്. ലാലിനോട് മത്സരിച്ച് അഭിനയിക്കുമോ എന്ന ചോദ്യത്തിന് അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, അങ്ങനെ ലാലെന്താ ലാലിനോട് മത്സരിക്കുമോ? ഉണ്ട്, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഈ നാടൻ വേഷങ്ങളും കുടുംബ വേഷങ്ങളും കുടുംബ ചിത്രങ്ങളുമെല്ലാം അഭിനയിച്ചു കൊണ്ടിരുന്ന അവസരത്തിലും ലാല് അതിമാനുഷികമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ പരസ്പരം പറഞ്ഞിട്ടുണ്ട്, ഈ അതിമാനുഷികമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് പ്രേക്ഷകരെ വിഡ്ഢികളാക്കുകയല്ലേ ലാല് ചെയ്യുന്നത് എന്നുള്ളത്. അന്ന് ലാല് പറഞ്ഞത്, ഞാനല്ല ഉണ്ടാക്കുന്നത്, എഴുത്തുകാരാണ്. എഴുത്തുകാരും സംവിധായകരും ചേർന്നാണ് എന്നെ അതിമാനുഷികനാക്കും സാധാരണക്കാരനാക്കുന്നത്. ആ ചോദ്യം അവരോട് എന്നുള്ളത്. എങ്കിലും നമ്മൾ പ്രേക്ഷകരും, നമ്മൾ സിനിമ കണ്ടവരും ഫാൻസുകാരും, നമ്മുടെ മനസ്സിലിപ്പോൾ 1995 എന്ന് പറയുമ്പോൾ സ്ഫടികമാണ്, നാട് തോമ. അതിനു മുൻപ് ഒരു ദേവാസുരം വന്നിരുന്നു, IV ശശിയുടെ. ഇല്ലേ, ദേവാസുരത്തിൽ മോഹൻലാലിൻ്റെ നാട്യം രേവതി. അപ്പം അത് കണ്ടുവന്ന് പിന്നെ വരുന്നതാണ് ഭദ്രൻ്റെ ആടുതോമ. ആ ആടുതോമ എന്നുള്ള കഥാപാത്രം നമ്മൾ കണ്ടപ്പോൾ എന്താ സംഭവം? ലാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? അതായത് ഇങ്ങനെ ഒരു ചെറിയൊരു മുണ്ടെടുത്ത്, ആ മുണ്ടിനടി കൂടെ കാണുന്ന ഷെഡ്ഡി പോലെ മുണ്ട് കാണുന്നു, അത് ചുവപ്പ് ഷർട്ടിട്ട്, റൈബാൻ കണ്ണട വെച്ച്, തോളി ഒന്ന് ചിരിച്ചിട്ട്, ഒരു ശരിക്കും മോഹൻലാൽ കൾട്ട് എന്ന് പറയാവുന്ന പ്രത്യേക കഥാപാത്രം. ആ കഥാപാത്രത്തിനൊപ്പം ഒരു കഥാപാത്രം മാത്രം വിജയിച്ചാൽ പോരല്ലോ. ആ കഥാപാത്രമൊപ്പം തിലകൻ്റെ അച്ഛൻ്റെ കഥാപാത്രം, സ്കൂൾ മാഷായ അച്ഛൻ്റെ കഥാപാത്രം നിൽക്കുമോ? അവിടെയും മത്സരിക്കുന്നു. ഇപ്പുറത്ത് KPS ലളിതയും മോഹൻലാലും ഒപ്പുനിൽക്കുന്നു. അതേപോലെ തന്നെ നെടുമുടി വേണു മോഹൻലാൽ നിൽക്കുന്നു. നെടുമുടി വേണു നിൽക്കും, വേറൊരു ഉർവശിയും മോഹൻലാൽ നിൽക്കുന്നു. കരമന ജനാർദ്ദനമായി വരുന്നു. ഇങ്ങനെ സിൽക്ക് സ്മൃതിയായി വരുന്നു. ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങളും മോഹൻലാലിൻ്റെ വിജയ കഥാപാത്രത്തിൻ്റെ ഒപ്പം തന്നെ പാരലായി നിൽക്കുന്ന കഥാപാത്രം ഉണ്ടെന്ന് നടിക്കണം. അങ്ങനെ അഭിനയിച്ച് കത്തിക്കയറി ഇല്ലേ,
ആ അടി ആക്ഷൻസ് ആണെന്നൊക്കെ അന്ന് പറഞ്ഞേക്കണം. മറ്റേ ഇപ്പോൾ പോലീസ് ഓഫീസറായിട്ട് അഭിനയിക്കണം, അടി ഇരിക്കുമ്പോൾ ഒറിജിനലായിട്ടാണ്. ആ കരിങ്കൽ മടകളിലൊക്കെ ലാല് ഡൂപ്പില്ലാതെ അഭിനയിച്ച് വീണ് ശരീരം മുറിഞ്ഞ് രക്തം വാർന്ന് അങ്ങനെയൊക്കെയാണ് സിനിമ. അത് ഞാൻ ഒരിക്കൽ ഭദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലാൽ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. ഡൂപ്പ് വേണോ ഡൂപ്പ് വേണ്ട, ശരിക്കും എന്നെ ഞെട്ടിച്ച് കളഞ്ഞൊരു ഒരു നടനാണ് ലാല്. ലാലിൻ്റെ കൂടെ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ റിയൽ ലൈഫിലേക്കാണ് പോകുന്നത്. ആ സിനിമ കത്തിക്കയറിയില്ലേ, കത്തിക്കയറി എന്ന് പറഞ്ഞാൽ ചർച്ചാ വിഷയമായി. അങ്ങനെ ഒരു കഥാപാത്രം ലാൽ അവതരിപ്പിച്ചാൽ പിന്നെ പ്രേക്ഷകർ ഞെട്ടി, ആരാധകർ ഞെട്ടി, ഫാൻസുകാർ പറഞ്ഞു അടുത്ത സിനിമ ഏതായിരിക്കും. അടുത്ത സിനിമ വരുമ്പോൾ ഇതുക്കും മേതെ എന്ന് പറയുന്ന പോലൊരു കഥാപാത്രത്തെ കൊടുക്കാനും അവതരിപ്പിക്കാനും പേരുണ്ടാക്കാനും ലാലേട്ടന് കഴിയുമോ എന്നാണ് ഫാൻസുകാർ ചോദിച്ചത്. 2 വർഷം കഴിഞ്ഞു, മറ്റൊരു സിനിമ ഇതാ പിടിച്ചോ എന്നൊരു സിനിമ വന്നില്ലേ. ജഗന്നാഥൻ എന്നുള്ള കഥാപാത്രമാണത്. നമ്മൾ ആടുതോമയുടെ കഥാപാത്രം റിയൽ ലൈഫിലെ നടന്ന സംഭവത്തിലെ പലരുടെ ജീവിതത്തിലുണ്ടായ അനുഭവമാണ്. നമ്മൾ പലരോടൊന്ന് ചോദിച്ചിട്ടുണ്ട്, ഈ കഥാപാത്രം, ഈ തോമസ് മാഷ് അല്ലെങ്കിൽ തിലകൻ്റെ കഥാപാത്രം, ഭദ്രൻ പറഞ്ഞു ഭദ്രൻ്റെ ജീവിതത്തിലുണ്ടാകുന്നത്. അങ്ങനെ പലരും പലരുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ട ഇത്രയും ഉണ്ട്. മറിച്ച് ജഗന്നാഥൻ വന്നപ്പോൾ ഇത് സംഭവിക്കുന്ന കഥയാണോ എന്നാണ് ചോദിച്ചത്. ഇത് ഇച്ചിരി അതിമാനുഷികത്വം കലർത്തിയ കഥാപാത്രമായിട്ടല്ലേ മോഹൻലാലിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ സംഭവിക്കുമോ എന്ന് ചോദിച്ചു. ഇങ്ങനെ സംഭവിക്കുമോ എന്ന് വെച്ചാൽ 6-ാം തമ്പുരാൻ എന്താ കണ്ടു. പിന്നെ അവിടെയാണ് കത്തി കയറിയതല്ല. അങ്ങനെ തിയേറ്ററിലേക്ക് പല പ്രാവശ്യം, മിനിമം 3 പ്രാവശ്യമെങ്കിലും, 3 പ്രാവശ്യം പറയുമ്പോൾ ഞാൻ 3 പ്രാവശ്യം കണ്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 3 പ്രാവശ്യം ആ സിനിമ കണ്ടപ്പോൾ മറ്റു പലര് ഫാൻസുകാർ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ കത്തി കയറി ഞെട്ടിപ്പിച്ചു. നിർമ്മാതാവിനും കാശ് ശരിക്കും കിട്ടിയ സിനിമയാണ്. ആ കഥാപാത്രം കത്തി കയറിയില്ലേ. അവിടെയാണ് പ്രേക്ഷകർ കൈയടിച്ചത്, ഫാൻസുകാർ ജയ് വിളിച്ചത്. അന്ന് ആടുതോമ എന്നുള്ള കഥാപാത്രത്തിന് ശേഷം ലാലേട്ടൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചോളൂ ഉത്തരമാണ് അതിമാനുഷിക കഥാപാത്രമായാലും മോഹൻലാൽ ചെയ്ത വേഷങ്ങൾ. ഇങ്ങനെ കുറേ വേഷങ്ങൾ, അതിനുശേഷം കുറേ വേഷങ്ങൾ വന്നു. പിന്നെ ആഗ്രഹിച്ചെന്താ, സാധാരണ ജീവിതത്തിലേക്ക്, സാധാരണ കഥ പറയുന്ന ആ വേഷങ്ങളിലേക്ക് എത്തണമെന്ന് വിചാരിച്ചു. പക്ഷെ പലരും കഥ പറയാൻ വരുമ്പോൾ പേടിയായിരുന്നു. ലാലിനോട് ഏത് കഥ പറയും, ലാലിൻ്റെ ബഡ്ജറ്റ് എത്രയായിരിക്കും ചോദിച്ചു. കാരണം ചെറിയ ചെറിയ കഥകൾ ഇനി ഇട്ടാൽ ലാൽ ഏൽക്കില്ല. പിന്നെ നമ്മൾ കാണും ചെറിയ കഥകളെ വന്നിട്ടില്ല. പിന്നെ കൂടുതൽ ആശീർവാദം തന്നെയാണ്. ആശീർവാദം ഒന്നിനൊന്ന് വലിയ വലിയ കഥകളുമായിട്ടാണ് വന്നത്, വലിയ സംഭവങ്ങളുമായിട്ടാണ് വന്നത്. അങ്ങനെ വന്ന ലാലിൽ എത്തി നിന്നത് ഇവിടെ എമ്പുരാനിലാണ് എത്തി നിന്നത്. ആ എത്തി നിന്ന ലാല് ഇപ്പോൾ പുതിയ പടത്തിൽ വരുമ്പോൾ, സത്യനന്ദിക്കാടിൻ്റെ പുതിയ സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, ലാലെ എന്നാണ് അഭിനയം നിർത്തുക എന്നുള്ളത്. അതിനുത്തരമാണ് ലാല് പറയുന്നത്, ഞാനായിട്ട് അഭിനയം നിർത്തുകയില്ല. എന്നെ നയിക്കുന്നൊരു ശക്തിയാണ്, എന്നെ കാണുന്നത് പ്രേക്ഷകരാണ്. എനിക്ക് എന്നെ അവർക്ക് വേണ്ട എന്ന് തോന്നുന്ന നിമിഷമുണ്ട്, അന്ന് ഞാൻ നിർത്താം. മറ്റൊന്ന്, 100 വയസ്സായാലും, അങ്ങനെയാണ് വീണ്ടും പറയുന്നത്, 100 വയസ്സായാലും നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ, എനിക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ആ 100-ാം വയസ്സിലും ഞാനെന്ന ലാല് അഭിനയിച്ചിരിക്കും.